8ാം സ്റ്റാൻഡേർഡിൽ പഠനം നിർത്തി. ടാലന്റ് ആരംഭിക്കുന്നത് ബിസിനസ്സിന് വേണ്ടിയിട്ടോ കാശുണ്ടാക്കാനോ അല്ല. ടാലന്റ് ഇങ്ങനെ കള്ളിക്കാട്, കാട്ടാക്കട, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അതിൽ ശുഭദിനത്തിലെ 2 പാട്ടും ഞാനാണ് എഴുതിയത്. ഈ വിരുന്നിൽ അർജുൻ സാറിനെ കൊണ്ടുവന്ന എന്തുകൊണ്ടാണ്? സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്തത് കൊണ്ട് അർജുൻ സാറിലേക്ക് എത്തി. BJPയുടെ ഇലക്ഷൻ സോങ് ഞാൻ കണ്ടായിരുന്നു. എന്നിട്ട് രാജീവേട്ടൻ പറയുകയും ചെയ്തു, മോദിജിക്ക് ഇഷ്ടപ്പെട്ടു, മോദിജിയെ കേൾപ്പിച്ചു കൊടുത്തു. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. വേ വിത, അതിന്റെ മീനിങ് എന്താ? വേവിത മീൻസ് വേ ടു ലൈഫ് എന്നാണ്. ആമസോൺ ഫോർ ഇ-കൊമേഴ്സ്, വേവിത ഫോർ എഡ്യൂക്കേഷൻ. എൻ്റെ കൂടെ വന്ന് എല്ലാവരും പറഞ്ഞു കൊടുക്കണ്ട, ടാലന്റ് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. നമ്മുടെ കേരളത്തിലെ ടാലന്റ് ധാരാളമുണ്ട്. നമ്മുടെ മൈൻഡ് സെറ്റാണ് യഥാർത്ഥത്തിൽ മാറേണ്ടത്. അതിന് ഏറ്റവും നല്ല വഴിയെന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് സത്യസന്ധമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് നമ്മുടെ ചീപ്പായിട്ടുള്ള പൊളിറ്റിക്സ് അത് ആദ്യം ഇവിടെ ഇല്ലാതാക്കണം. ദക്ഷിണ എന്തുകൊണ്ടാണ് ഫോക്കസ് ചെയ്യുന്നത്? ഒരു ഫീസും ഇല്ലാതെ എന്ത് ചെയ്യാം, നമുക്ക് പഠിപ്പിക്കാം. ജോലി കിട്ടിയതിന് ശേഷം വന്ന് ഫീസ് തന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ 1 രൂപയും സ്പെൻഡ് ചെയ്യണ്ട, നിങ്ങൾ പഠിക്കുക, ജോലി വാങ്ങുക, ജോലി വാങ്ങിയതിന് ശേഷം 2 പേരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുക. അത് ടാലന്റ് പഠിപ്പിക്കാനല്ല, എന്തെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക എന്നുള്ള. എന്ത് വിളിക്കുമ്പോഴായിരിക്കും കൂടുതൽ സന്തോഷം കിട്ടുക? ചീത്ത വിളിക്കാതിരുന്നാൽ മതി. ആക്ടർ, റൈറ്റർ, ലിറിസിസ്റ്റ്, പ്രൊഡ്യൂസർ, പൊളിറ്റീഷ്യൻ ഗിരീഷ് നെയ്യാറാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് ഗിരീഷ്. ഒരുപാട് നീളത്തിൽ പറയാനുണ്ട്, ഞാൻ കുറച്ചേ പറഞ്ഞോളൂ. ശരിക്കും വിരുന്നിന്റെ പ്രൊമോഷന് അർജുൻ സാറിന്റെ പടമായിരുന്നല്ലോ. നിങ്ങളുടെ പടം അർജുൻ സാറാണ് ലീഡ് ചെയ്തത്. ഇന്ന് ശരിക്കും അർജുൻ സാർ കൊച്ചിയിലുണ്ട്. ആ ദിവസം തന്നെ നമ്മൾ വീണ്ടും കണ്ടു എന്നുള്ളത്. അതെ, അവസാനം കണ്ടത് അതിന്റെ പ്രൊമോഷൻ ആയിരുന്നല്ലോ. വൈചേട്ടനൊക്കെ ആയിട്ട് രസമുള്ളൊരു പരിപാടിയായിരുന്നു. സത്യത്തിൽ ഞാൻ നിങ്ങളുടെ ജീവിതം അന്ന് ഈ ടാലന്റിന്റെ വിജയമൊക്കെ നമുക്ക് അറിയാമെങ്കിലും പക്ഷെ അതിനിടയ്ക്ക് എനിക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ല. 0-ൽ നിന്ന് ഉയരെത്തുന്ന ഒരാളിനെ കാണാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം. അതുകൊണ്ടാണ് ഗിരീഷിന്റെ ലൈഫ് സ്റ്റോറി വായിക്കുമ്പോൾ, പലയിടത്തും വായിക്കുമ്പോഴത്തേക്കും എല്ലാ വീഴ്ചകളിൽ നിന്നും ഈ നിയമസഭയുടെ വീഴ്ചയാണ് ഞാൻ അവസാനം എഴുതി വായിച്ചത്. അത് ശരിക്കും എന്തായിരുന്നു സംഭവം? മുകളിൽ നിന്ന് താഴേക്ക് വീണോ? ഞാൻ വീണില്ല. നമ്മളങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, അതായത് ഏറ്റവും മുകളിൽ ആ ബീമിന്റെ ഒക്കെ വർക്കായിരുന്നു. വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പ്രായത്തിലായിരുന്നു? 16 വയസ്സ് ഒക്കെ ഉള്ള സമയത്താണ്. ബിൽഡിങ്ങിൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഒരു സൗണ്ട് കേട്ടിട്ട് നമ്മൾ മേളിൽ, ഞാനും വേറെ എൻ്റെ കൂടെയുള്ള തങ്കരാജൻ എന്ന് പറയുന്നൊരു മേസ്ത്രി, നമ്മുടെ ഒരു സുഹൃത്താണ്, പുള്ളിയും ഞാനും കൂടെയാണ് അവിടെ വർക്കിന് വേണ്ടിയിട്ട് പോയത്. പെട്ടെന്നൊരു സൗണ്ട് കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ ജാക്കി ആംഗ്ലെയറൊക്കെ വെച്ചിട്ടുള്ള സ്കഫോൾഡിങ്ങാണ്. അതിങ്ങനെ പൊളിഞ്ഞ് നമ്മുടെ അടുത്ത് വരെ എത്താറായി. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാനിങ്ങനെ പ്ലാസ്റ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുക, കയ്യിലിരുന്ന സംഭവങ്ങളെല്ലാം താഴെ പോയി. പെട്ടെന്ന് അതിൻ്റെ ഓപ്പൺ വിൻഡോ ആയിരുന്നല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് ചാടിയതോ എങ്ങനെയാണെന്നറിയില്ല, അതൊന്നും ഓർമ്മയില്ല. പക്ഷെ അപ്പോഴത്തേക്കൊരു കുറച്ചൊരു 3-4 പേര് താഴെ പോയി. അത് മാത്രമേ ഓർമ്മയുള്ളൂ. അല്ലേ, ഇനി അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തായാലും അവിടെ നിന്നാണല്ലോ വീണത്, ഉള്ളിലേക്ക് എന്നാണ് ഇനി വീഴാൻ ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാധ്യത ഉണ്ടോ ശരിക്കും? അറിയില്ല, എന്താണ് നിയോഗം, ദൈവനിയോഗം എന്താണോ അതല്ലേ. ടാലന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ ബ്രില്യൻസ്, അതിനൊപ്പം തന്നെ ഈ ടാലന്റിന്റെ പേര് കയറി വരികയും ടാലന്റ് അക്കാഡമിയുടെ പബ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ വായിച്ചു പഠിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയൊക്കെ പോയിട്ടുള്ളതാണ്. ഞാനും അങ്ങനെയൊക്കെ പോയിട്ടുള്ള ഒരാളാണ്. ടാലന്റിന്റെ ഗൈഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ആ കാലത്ത് നിങ്ങൾ പൊങ്ങി വരുമ്പോൾ ആ ടാലന്റിന്റെ മനുഷ്യനെ ഞാൻ പിന്നീട് നേരിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന എൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഇല്ലേ, ഓ ഈ മനുഷ്യനാണല്ലേ ഇതിന്റെ പിന്നിൽ എന്ന് ആലോചിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടാവും. ഈ ടാലന്റിന്റെ ഒരു വളർച്ചയുണ്ട്, അതിന്റെ സ്ട്രാറ്റജി. അത് പറയുന്നതിന് മുമ്പ് സത്യത്തിൽ നിങ്ങൾ ടാലന്റ് വരെ എത്തുന്ന ഒരു ജീവിതമുണ്ട്. പല ജോലികൾ കിട്ടി, ഇപ്പോൾ IAS പ്രിപ്പറേഷന് പോകുന്നു. ആ പ്രിപ്പറേഷന് പോയ ആൾ ഇന്നിപ്പോൾ അക്കാഡമികളിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. അതായത് 8ാം ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു പഠിത്തം നിർത്തി. ശരിക്കും ആ സ്റ്റോറി ഒന്ന് പറയാവോ? 8ാം സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് പഠനം നിർത്തി. പിന്നീട് വേറെ പല ജോലികളും ചെയ്തതിന് ശേഷം പിന്നെ എപ്പോഴും അങ്ങനെ പഠിക്കണമെന്ന് തോന്നി. അതൊരു സ്പെസിഫിക്കായിട്ട് പറഞ്ഞാൽ ഒരു ഡ്രൈവിംഗ്, ഗൾഫിൽ പോകണമെന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു. നമ്മുടെ ചെറുപ്പക്കാരുടെയൊക്കെ കേരളത്തിലുള്ള ഒരു സ്വപ്നം എന്ന് പറയുന്നത്, ജീവിക്കണമെങ്കിൽ, ഫ്യൂച്ചർ സേഫ് ആക്കണമെങ്കിൽ ഒരു ഇടത്തരം താഴോട്ടുള്ള കുടുംബത്തിലുള്ള കുട്ടികൾക്ക് ഗൾഫിൽ പോവുക, കുറച്ച് കാശുണ്ടാക്കുക, തിരിച്ചു വരിക, പിന്നെ ജീവിക്കാം എന്നുള്ളതായിരുന്നല്ലോ.
അപ്പോൾ ആ സമയത്ത് എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ ഞാനും എൻ്റെ വേറൊരു സുഹൃത്ത് മുജീബ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ലൈസൻസ് എടുക്കണമെങ്കിൽ ഇത് 10th പാസ്സാകണമെന്നുള്ളൊരു അത് യഥാർത്ഥത്തിൽ അത് അങ്ങനെ ഇല്ല, പക്ഷേ ഒരു ഇൻഡ്യൂഷൻ റൂമർ പോലെ അങ്ങനെയാണ് വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആരംഭിക്കുന്നത്. പിന്നെ 10th എഴുതി, പക്ഷെ ഒരു 3 month മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഒരു പകുതി വിധം പോലെ എഴുതിയെടുക്കാമെന്നുള്ള ഒരു ഐഡിയയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഭാഗ്യം പോലെ കിട്ടി, ഫുള്ളും അപ്പോഴും കിട്ടി. അപ്പോൾ 210 മാർക്ക് വേണം ഇപ്പോൾ ജയിക്കാൻ, പക്ഷേ 258 മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ 10th പാസ്സായപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രീ ഡിഗ്രി എഴുതാം എന്ന് വിചാരിച്ചു. അപ്പോഴും പ്രൈവറ്റ് സ്റ്റഡിയാണ്, കോളേജിലല്ല, പ്രൈവറ്റായിട്ട് നമ്മുടെ കാട്ടാക്കടയുള്ള JBM എന്ന് പറയുന്ന കോളേജിൽ സുരേഷ് എന്ന് പറയുന്ന സാറായിരുന്നു. അപ്പോൾ ഫീസ് ഒക്കെ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും സാർ അങ്ങനെ ഫീസൊന്നും വലുതായിട്ട്, ഫീസ് കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് ക്ലാസ്സിൽ പോകണ്ട. ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം ക്ലാസ്സിൽ പോകണം, അറ്റൻഡൻസ് മസ്റ്റാണ്. ഞാൻ പക്ഷേ ക്ലാസ്സിൽ പോവില്ല. എനിക്ക് നമ്മുടെ 2-3 സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ നോട്ട്സൊക്കെ എഴുതി തരും. ഇത് വെച്ചിട്ട് എക്സാം എടുക്കുന്ന സമയത്ത് ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം, 2 മാസം ഞാൻ പിന്നെ ജോലിക്കൊന്നും പോവില്ല, ഫുൾ ടൈം ഇരുന്ന് പഠനം മാത്രമായിരിക്കും. അങ്ങനെ പ്രീ ഡിഗ്രി പാസ്സായി. പിന്നെ ഡിഗ്രി ഇംഗ്ലീഷ് എടുത്തു, അത് പാസ്സായി. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ 2-3 ഓപ്ഷൻസ്. അപ്പോൾ ഞാൻ കെട്ടിടത്തിൻ്റെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് എടുത്താൽ എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. പിന്നെ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ടീച്ചർ, ഇങ്ങനെയുള്ള 2-3. അപ്പോൾ അങ്ങനെയാണ് LLBക്ക് നോക്കുന്നത്. LLBക്ക് ഞാൻ ആദ്യം വിചാരിച്ചത്, അപ്പോൾ പാർട്ടി പ്രവർത്തനമൊക്കെ അപ്പോഴും വളരെ ആക്റ്റീവാണ്, ചുമതലയൊക്കെ ആയിട്ട് മണ്ഡലത്തിൻ്റെയൊക്കെ ചുമതലയൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോഴും ഞാൻ യുവമോർച്ചയിലായിരുന്നോ? യുവമോർച്ച BJP ആയിട്ട്. അപ്പോൾ ഞാൻ തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ LLBക്ക് അഡ്മിഷൻ മേടിക്കാമെന്നുള്ളൊരിതായിരുന്നു പാർട്ടിയുടെ ഇതിൽ. അങ്ങനെ അന്ന് രാമപിള്ള സാറാണ് അന്ന് സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു BJPയുടെ. രാമപിള്ള സാറിനെ കണ്ടു. രാമപിള്ള സാറ് അങ്ങനെ അയ്യപ്പൻ പിള്ള സാറ് ഒരു വളരെ മുതിർന്ന സീനിയറായിട്ടുള്ള നമ്മുടെ ഒരു അഭിഭാഷകനും പാർട്ടിയുടെ വളരെ ഒരു നേതാവും ഒക്കെയാണ്. അയ്യപ്പൻ പിള്ള സാറിനെ കണക്ട് ചെയ്തു തന്നു. അയ്യപ്പൻ പിള്ള സാറ് ഈ അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രൊസീഡ് ചെയ്തപ്പോൾ എനിക്കൊരു 5-6 മാർക്ക് കുറവ്, മിനിമം മാർക്ക് ഇല്ല. അന്ന് അവിടെയാണെങ്കിൽ എൻട്രൻസ് ഇല്ലാത്തത് കാരണം അങ്ങനെ ഒരു മാർക്കിൻ്റെ എനിക്ക് അതില്ല. പക്ഷേ അപ്പോൾ പിന്നെ വീണ്ടും എൻട്രൻസിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ എന്നോട് പറഞ്ഞു, ഇത് ലോ കോളേജിൽ അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു, എൻട്രൻസിന് വേണ്ടിയിട്ട്. ലോ കോളേജിൽ എൻട്രൻസിന് അപ്ലൈ ചെയ്തു. അപ്പോൾ പിന്നെ 2 ആഴ്ച എന്തേ ഉള്ളൂ എനിക്ക് തോന്നുന്നു. ഒരു ഗൈഡൊക്കെ മേടിച്ചു വെച്ചിട്ട് പിന്നെ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുകയായിരുന്നു എൻട്രൻസിന് വേണ്ടിയിട്ട്. അവിടെ നിന്ന് പഠിച്ച് പിന്നീട് എക്സാമിൻ്റെ അന്നത്തെ ദിവസം അങ്ങനെ രാവിലെ കുളിച്ച് ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നപ്പോഴാണ് അറിയുന്നത് എൻട്രൻസ് എക്സാം മാറ്റിവെച്ചു. അപ്പോൾ ഒരാഴ്ച കൂടെ കിട്ടി എനിക്ക്. അത് വലിയൊരു ഭാഗ്യമായിരുന്നു യഥാർത്ഥത്തിൽ. ആ ഒരാഴ്ച വീണ്ടും പഠിച്ചു. വീണ്ടും പഠിച്ചത് കാരണം അവസാനം എൻട്രൻസ് പാസ്സായി. 108ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രം ലോ കോളേജിൽ തന്നെ അഡ്മിഷനും കിട്ടി. അങ്ങനെ അതൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിലൊക്കെ ഈ 8ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തുക എന്ന് പറയുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ടാണോ? അതെ, ഈ അമ്മ മരിച്ചതിൻ്റെ ഒരു ആ സ്പേസിലാണോ പഠിത്തം നിർത്തിപ്പോയത്? പിന്നെ അവിടുന്ന് ഈ ജോലി ചെയ്ത് തന്നെയല്ലേ പിന്നെ തുടരേണ്ടി വന്നത്? അതെ. ആരെങ്കിലും ഹെൽപ്പ് ചെയ്തോ? വേറെ ആരെങ്കിലും? യഥാർത്ഥത്തിൽ എനിക്ക് 6 വയസ്സുള്ള സമയത്താണ് അമ്മ മരിക്കുന്നത്. 6 വയസ്സുള്ള സമയത്ത് അമ്മ മരിക്കുന്നു. പിന്നെ അച്ഛൻ വേറെ വിവാഹം കഴിച്ചു. പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി, മനസ്സിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം. അപ്പോൾ പിന്നീട് അമ്മാവൻ്റെ വീട്ടിലൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ നിന്നിട്ടാണ് 8ാം സ്റ്റാൻഡേർഡ് ആയപ്പോഴത്തേക്ക്. ഇതിനിടയിൽ ഞാൻ 7ാം സ്റ്റാൻഡേർഡിൽ വെച്ചിട്ട് അച്ഛനോടൊപ്പം ഉള്ളപ്പോൾ തന്നെ പഠിക്കുന്ന ഇതിൻ്റെ ബുദ്ധിമുട്ട് കാരണം തിരുവനന്തപുരത്തൊരു ടീച്ചർ കൊണ്ടുപോയി അവിടെ സിറ്റിയിൽ. ഇപ്പം നമ്മുടെ എന്ന് പറയുന്നത് നെയ്യാർ ഡാം
അതെ, കള്ളിക്കാവ് എന്ന് ഗ്രാമമാണ്. പറയുന്ന പ്രദേശമാണ്. ഞാൻ നെടുമങ്ങാടൻ, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് സിറ്റിയിൽ പോയി 1 വർഷം അവിടെ നിന്നിട്ട് തിരിച്ച് 1 വർഷം അവിടെ നിന്നിട്ട് 7th സ്റ്റാൻഡേർഡിലാണ് തിരുവനന്തപുരത്ത് പഠിക്കുന്നത്. തിരിച്ച് 1 വർഷം കഴിഞ്ഞ് വീണ്ടും അവിടെ പോയി, നാട്ടിൽ പോയതിന് ശേഷം പിന്നെ 1 വർഷം കഴിയുമ്പോഴത്തേക്കാണ് പഠനം നിർത്തുന്നത്. 8ാം സ്റ്റാൻഡേർഡിൽ പഠനം നിർത്തി. അപ്പോൾ അവിടുത്തെ ആ ടീച്ചറിൻ്റെ വീട്ടിൽ LLBക്ക് പഠിക്കുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് ആ ചേട്ടൻ എന്നോട് പറഞ്ഞത് 10th പാസ്സായിട്ട് തിരിച്ച് വരണം, നമുക്ക് അഡ്വക്കേറ്റ് പുള്ളിയുടെ കൂടെ അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അഡ്വക്കേറ്റ് ക്ലർക്കായിട്ട് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഞാൻ പോയി 10th പഠിച്ചു, 10th പാസ്സായി, 12th പാസ്സായി, ഡിഗ്രി കഴിഞ്ഞു, LLB കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതിനുശേഷം അഡ്വക്കേറ്റായിട്ട് അവിടെ തിരുവനന്തപുരം വഞ്ചിയൂർ ബാറിൽ എൻറോൾ ചെയ്തു. അപ്പോൾ അങ്ങനെ അത് പഠനം നിർത്തേണ്ടി വന്നത് ഇങ്ങനെ. അതിനുശേഷം പിന്നെ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ജോലിക്ക് പോയി തുടങ്ങി. അത് അച്ഛനും ഒക്കെ ഉള്ളപ്പോൾ തന്നെ അവരുടെ കൂടെ ജോലിക്കൊക്കെ പോകുമായിരുന്നു. പിന്നെ അപ്പോഴ് സ്വന്തമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം പഠനം അങ്ങ് അവിടെ സ്റ്റോപ്പായി. പിന്നീട് ഈ പറയുന്ന LLB കാലഘട്ടത്തിലാണ് PSC എന്ന് പറയുന്ന ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്. അവിടെ ബാക്ക് ബെഞ്ചേഴ്സ് ഒക്കെ പഠിക്കുന്ന കണ്ടിട്ട് ഇൻസ്പയർഡ് ആയതാണ്. പക്ഷെ അതിനുശേഷം സ്റ്റോറിയൊക്കെ അതെ നിങ്ങളുടെ സ്റ്റോറീസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടാലന്റിലേക്ക് എത്തുന്ന ഒരു കാര്യമുണ്ട്. അതാണ് എൻ്റെ മെയിൻ കണ്ടന്റ്. അതിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കാത്തൊരു സക്സസ്, നമുക്ക് സ്വപ്നം കാണുന്ന സക്സസ് എന്നൊക്കെ പറയില്ല, അത്തരത്തിലുള്ളൊരു സാധ്യതയാണ്. പക്ഷെ ഈ PSCക്ക് പഠിത്തം തുടങ്ങിയതിന് ശേഷം, ആദ്യത്തെ ജോലി കിട്ടിയതിന് ശേഷം അതിന്റെ ഒരു ഇൻസ്പിറേഷൻ ആണോ? സാധാരണ ഇത്തരം ജോലികൾ കിട്ടി തുടങ്ങുമ്പോൾ തോന്നുന്ന ഒരു ക്രൈസ് ഉണ്ടാവുമല്ലോ, ആ ക്രൈസ് ആയിരുന്നോ പിന്നീട് മുന്നോട്ട് നയിച്ചത്? ആ പോയിന്റ് എന്ന് പറയൂ. യഥാർത്ഥത്തിൽ LLBക്ക് വരുന്നത് തന്നെ ഞാൻ രാഷ്ട്രീയത്തിലുള്ളത് കൊണ്ട് മാത്രമാണ് LLBക്ക് വരുന്നത്. അപ്പോൾ LLBക്ക് വന്ന സമയത്താണ് ഇവിടെ ബാക്കിലുള്ള ആൾക്കാർ എല്ലാം PSC പഠനം. അപ്പം ഞാൻ ഇവരുടെ കൂടെയൊക്കെ ഇരിക്കും. ഇവരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് അവരുടെ കൂടെയുള്ള പല ആൾക്കാരുടെയും പേര് പറയും. നമ്മൾ പഠിക്കാതിരിക്കാൻ പറയുമല്ലോ, മനോജിന് കിട്ടും, ബിജുവിന് കിട്ടും, വിനുരാജിന് കിട്ടും, ഇങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ പല പേരുകളും പറയും. അപ്പോൾ എൻ്റെ പേര് മാത്രമേ ഇവരാരും പറയുന്നില്ല. അപ്പോൾ ഞാനാലോചിച്ചു എന്താ എൻ്റെ പേര് പറയാത്തത്. അപ്പോൾ അവിടെ കാരണം ഞാൻ അന്ന് PSC പഠിക്കുന്നില്ല. ഞാൻ ചോദിക്കുമായിരുന്നു, എന്തിനാ നിങ്ങൾ അഡ്വക്കേറ്റ്സ് ആവാൻ വന്നിട്ട് നിങ്ങൾ എന്തിനാ PSC പഠിക്കുന്നത്? അപ്പോൾ പറയും ജീവിക്കണ്ടേ, വക്കീലായി കഴിഞ്ഞാൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്നുള്ള, തുടക്കത്തിലൊന്നും കിട്ടില്ലല്ലോ, ഇൻകം ഇല്ലല്ലോ. അതുകൊണ്ട് പല ആൾക്കാരും ഇങ്ങനെ ഇതായിരുന്നു, PSC പഠിച്ച് പെട്ടെന്ന് LLB കഴിയുന്നതിന് മുമ്പ് തന്നെ ജോലി മേടിക്കണം എന്നുള്ളതാണ് പലരുടെ ആഗ്രഹമായിരുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ അന്ന് വരെ സർക്കാർ ജോലി എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല, താല്പര്യമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. പൊളിറ്റിക്സും അങ്ങനെയുള്ള സോഷ്യൽ സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മളെപ്പോഴും ഇൻവോൾവ് ആയിട്ടിരുന്നത്. അപ്പോൾ ഇത് അവിചാരിതമായിട്ട് അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് നോക്കണമല്ലോ എന്നുള്ളൊരു ചിന്ത അപ്പോഴും മനസ്സിലുണ്ടായി. അങ്ങനെയാണ് ഒരു ഡിസിഷൻ പെട്ടെന്ന് എടുത്ത് അവിടെ ഒരു വീടെടുത്തിട്ട് എൻ്റെ വേറെ 2 പേര് ഒരാൾ ഡിറ്റൻ്റായി പോയി, പഠനം നിർത്തിയിട്ട്. അപ്പോൾ പഠിക്കാൻ പറ്റില്ല, അയാൾ ഫുൾ ടൈം പഠനമാണ്. ബിജു എന്നാണ് പേര്, ബിജു പള്ളിമണം എന്ന് പറയും. അപ്പോൾ ബിജുവും പിന്നെ വേറൊരു സുഹൃത്ത് കിഷോർ എന്ന് പറഞ്ഞിട്ട് ഇവർ 2 പേരെയും കൂടെ ഞാനൊരു വീട് MBFN റോഡിൽ വഴുതയ്ക്കാട് ഒരു വീടെടുത്തിട്ട് അവിടെ ഇവരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്ത്. പിന്നെ രാവും പകലും ഇല്ല. അതും ഈ പറഞ്ഞ പോലെ 3 മാസം 2 മാസം എന്നൊക്കെ പറയുന്ന എന്തോ നമ്മുടെ ജീവിതത്തിലൊരു അവിടെയും അതുപോലെ 3 മാസം എന്തോ ആണ് ഉള്ളത്. അപ്പോഴത്തെ LDC എക്സാമിന് അപ്പോൾ അപ്ലൈ ചെയ്തു. ഫുൾ ടൈം രാവും പകലും ഫുൾ ടൈം പഠനമായിരുന്നു. അതിൽ ആ സമയത്ത് നമുക്ക് 2 പേർക്ക്, ബിജു എന്ന് പറഞ്ഞിട്ട് ബിജുവിനും അതുപോലെ എനിക്കുമാണ് ഒരു ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു LDC വന്നപ്പോൾ. വേറെ പലർക്കും അപ്പോഴില്ല, ഈ പറഞ്ഞ ആൾക്കാർക്കൊന്നും അപ്പോഴേ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അപ്പോഴേ തന്നെ പഞ്ചായത്തിൽ എനിക്ക് ബിജുവിനും കിട്ടി. LDC കിട്ടിയപ്പോൾ വിചാരിച്ചു അങ്ങനെ ഗവൺമെൻറ് ജോലിയാണെങ്കിൽ, അതുവരെ ഗവൺമെൻറ് ജോലിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, അപ്പോൾ ഗവൺമെൻറ് ജോലിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഏറ്റവും നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ഉയർന്ന ജോലിയിൽ കയറണം. അങ്ങനെ വിചാരിച്ചിട്ടാണ് സിവിൽ സർവീസിന് വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ വൈത്തിരി പഞ്ചായത്തിൽ ഞാൻ പോയി ജോയിൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ലീവ് എടുത്ത്. ഈ LD നിന്ന് സിവിൽ സർവീസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ജമ്പിങ് ആണ്. അതെങ്ങനെയാണ് തോട്ട് പ്രോസസ്സ് വർക്ക് ചെയ്തതെന്നോ? ഇതാണ് നമ്മുടെ ഡ്രീംസ് ആണല്ലോ നമ്മുടെ
അപ്പോൾ അന്നത്തെ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഗവൺമെൻറ് ജോലിയിൽ ഇരിക്കുകയാണെങ്കിൽ വെച്ചാൽ അതുവരെ ടിൽ ദെൻ നോ ഓപ്ഷൻ ഫോർ ഗവൺമെൻറ് ജോബ്. പക്ഷേ കിട്ടിയ സമയത്ത് എന്ത് ചെയ്തു, കോൺഫിഡൻസ്. ഒന്നാമത് നമ്മൾ മലയാളം മീഡിയം പഠിച്ചു, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ചു വന്നു, 8ാം ക്ലാസ്സിൽ ഡ്രോപ്പ് ഔട്ടായി, സാമ്പത്തികമായിട്ട് വളരെ നമ്മൾ പിന്നിലാണ്, കുടുംബപരമായിട്ടും കുടുംബം പറയാനും. അപ്പം നമുക്കൊരു ഇൻഫീരിയോറിറ്റി ഒരു 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 ഇതുണ്ടാവുമല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഒരു മനസ്സിനൊരു ബൂസ്റ്റപ്പ് തരുന്ന ഒരു സംഭവമാണ് നമ്മൾ വിചാരിച്ചിരിക്കാതെ എഴുതി അത് പാസ്സായി എന്ന് പറയുമ്പോൾ, അതും വളരെ കുറഞ്ഞ സമയം കൊണ്ട് അത് ഭയങ്കര ഒരു ബൂസ്റ്റപ്പായിരുന്നു, സെൽഫ് കോൺഫിഡൻസ് കൂടി. അപ്പോൾ വിചാരിച്ചു ഓക്കെ, അതുവരെ LLB, സോഷ്യൽ വർക്ക്, പാർട്ടി, അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ചിന്ത മാത്രമായിരുന്നു അതുവരെ മനസ്സിൽ. പക്ഷെ എന്നാൽ ഞാൻ അവിടെ അത് സിവിൽ സർവീസ് എഴുതാൻ വേണ്ടി പോയി. ഞാൻ വിചാരിച്ചു 2 ചാൻസ് ഉണ്ട് എന്നുള്ളതായിരുന്നു എൻ്റെ ധാരണ. ലീവ് എടുത്തു, പഠനം തുടങ്ങി. ഫസ്റ്റ് ചാൻസിൽ തന്നെ എന്ത് ചെയ്തു, സീരിയസ് ആയിട്ട് ഒരു അറ്റംപ്റ്റാണ് എനിക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിച്ചത്. പ്രിലിംസ് പാസ്സായി. പിന്നെയാണ് അറിയുന്നത് ഒരു ചാൻസേ ഉള്ളൂ. കാരണം നമ്മുടെ കേരളത്തിലെ ഒരു സംഭവം എന്ന് പറയുന്നത്, എല്ലാ കുട്ടികളും ജനിക്കുന്നത് മെയ് മാസത്തിലാണ്, ഒരു സീസൺ പോലെ അല്ലേ? ഇവിടെ മിക്ക കുട്ടികളുടെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീസണാണ്. അപ്പൊ കാരണം എന്താണ്, സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ അടുത്തിരിക്കുന്ന ആള് പറയുന്നതായിരിക്കും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ അങ്ങനെ ഇവർ ഈ UPSC കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജാനുവരിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നാലും ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ വർഷം ഓഗസ്റ്റ് 31 30 years ആകാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു 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 റൂള്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വർഷം ലോസ് വരികയാണ്, മനസ്സിലായില്ലേ? അപ്പം ആ ഒരു വർഷം ലോസ്. ഇത് പ്രിലിംസ് പാസ്സായതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇങ്ങനൊരു കെണി. പിന്നെ മെയിൻസ് പഠിച്ച് മെയിൻസ് എഴുതിയ ഉടൻ തന്നെ പിന്നെ ഡൽഹിയിൽ പോയി. വേറെ 1-2 സുഹൃത്തുക്കളുമായിട്ട് ഡൽഹിയിൽ പോയി. പല ആൾക്കാരെയും കണ്ടു. നമ്മുടെ അന്ന് ശ്രീമാൻ AK ആന്റണി, അദ്ദേഹം പ്രതിരോധ മന്ത്രിയായിരുന്നു, അദ്ദേഹത്തെ കണ്ടു. പ്രൈം മിനിസ്റ്റർ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന TK നായർ, പൃഥ്വിരാജ് ചവാൻ, വീരപ്പ മൊയ്ലി. കാണാനായിട്ട് ഇനി ഒരാളുമില്ല. സുപ്രീം കോടതിയിലും പോയി. അവിടെ ഒരു കേസ് ഫയൽ ചെയ്യാന്നുള്ള രീതിയിൽ അവിടെയും ഒരു അറ്റംപ്റ്റ് നടത്തി. അവസാനം ഇവരെല്ലാം പറഞ്ഞു, നമ്മൾ പറഞ്ഞത് ഈ അനോമലി തീർത്തു തരണം, ഓഗസ്റ്റ് 31 എന്നുള്ളത് മാറ്റി എപ്പോഴാണോ നോട്ടിഫിക്കേഷൻ വരുന്നത് അന്നത്തെ ദിവസമായിരിക്കണം നമ്മൾ പറയേണ്ടത്, അല്ലെങ്കിൽ വരുന്ന ഏത് വർഷമാണോ അതിൻ്റെ ജാനുവരി 1 ആയിരിക്കണം പറയേണ്ടത്. അപ്പോൾ പറഞ്ഞു അതിപ്പോൾ എങ്ങനെ പറഞ്ഞാലും പല ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അതിന് മാറ്റാൻ പാടാണ്. ഒരു കാര്യം ചെയ്യാൻ, നമ്മൾ ഏജ് 30 എന്നുള്ളത് ഇൻക്രീസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങ് തിരിച്ചു പോന്നു. അവസാനം 30 എന്നുള്ളത് 32 ആക്കി അന്നത്തെ ആ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ട്. അപ്പോഴത്തേക്ക് 32 ആക്കിയ സമയത്ത് എനിക്ക് 32 കഴിഞ്ഞു. സർക്കാർ കാര്യം മുറ പോലെ എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു അത്രയും സമയം ഇവരെടുത്തു, 2 വർഷത്തോളം എടുത്തപ്പോഴത്തേക്കാണ് അവസാനം അന്ന് നമ്മൾ ട്രൈ ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായത്. അപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഇവിടെ വന്നു, ആകെ ഡിപ്രഷനായി, ആകെ ഇതായി. പിന്നെ സിവിൽ സർവീസിന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, സ്റ്റുഡൻസിന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതിലേക്കൊക്കെ അങ്ങ് എൻഗേജ് ആയി. പിന്നെ കല്യാണമൊക്കെ കഴിച്ചു. അങ്ങനെ അങ്ങ് പോയി. എന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പോഴാ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2009 ആദ്യം കള്ളിക്കാട് ചെറുതായിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ കള്ളിക്കാട് തുടങ്ങിയ കള്ളിക്കാട്, അതെ കള്ളിക്കാടാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പക്ഷേ ചെറിയ ഒരു ഫീസ് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ എന്നുള്ള നിലയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പെട്ടെന്ന് കാട്ടാക്കട, നെക്സ്റ്റ് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു 2-3 മാസത്തിന്റെ ഡിഫറൻസിൽ കാട്ടാക്കട സ്റ്റാർട്ട് ചെയ്തു. കാട്ടാക്കട ഒരു വിജയദശമി ദിനത്തിലാണ് കാട്ടാക്കട സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നല്ല സക്സസ് ആയിരുന്നു, ഭയങ്കരമായിട്ട് ഇതായി. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ, അന്ന് വരെ PSCക്ക് ഞാൻ അങ്ങനെ ക്ലാസ് എടുത്തിട്ടില്ല യഥാർത്ഥത്തിൽ, സിവിൽ സർവീസിനാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നേരെ ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തു. തമ്പാനൂർ SS കോവിൽ റോഡിലാണ് ടാലന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നെയ്യാറ്റിൻകര, കാട്ടാക്കട, തമ്പാനൂര്, നെയ്യാറ്റിൻകര, പിന്നീട് നെടുമങ്ങാട്. പിന്നെ അവിടെ നിന്ന് ഓരോരോ സെൻറ്ററായിട്ട് ഏകദേശം ഒരു 15ഓളം ഓൺ സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, നമുക്ക് നല്ലൊരു ഗുഡ് വില്ലായപ്പോൾ കുറേ പേര് ഫ്രാഞ്ചൈസി ചോദിച്ച് വരാൻ തുടങ്ങി. ആദ്യമൊക്കെ കൊടുക്കാൻ മടിയായിരുന്നു എനിക്ക്, കാരണം നമ്മുടെ ബ്രാൻഡ് നെയിം പോകും, ക്വാളിറ്റി നമ്മൾ കൊടുക്കുന്നത് പോലെ ഇവർ കൊടുക്കുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് ആദ്യമൊന്നും കൊടുത്തില്ല പലർക്കും.
അപ്പോൾ ഇവരെന്ത് ചെയ്തു, പല സ്ഥലങ്ങളിലും ടാലന്റ് എന്നുള്ള പേര് വെച്ചിട്ട് ഇവർ നടത്താൻ തുടങ്ങി. കേരളത്തിൽ എവിടെ പോയാലും ടാലന്റ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ബ്രാൻഡിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഫ്രാഞ്ചൈസി കൊടുത്തു തുടങ്ങിയത്. അവിടെയും പിന്നെ വീണ്ടും വലിയൊരു അപകടം ഉണ്ടായി. ഫ്രാഞ്ചൈസി എടുത്ത ആൾക്കാർ പിന്നെ റോയൽറ്റി അടയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ സ്വന്തമായിട്ട് ചെറിയ PSC ടാലന്റ്, PSC അക്കാഡമി, PSC ന്യൂ അക്കാഡമി എന്നൊക്കെ കയറ്റിയിട്ട് ടാലന്റ് എന്നുള്ള വേർഡിനെ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. പല കേസ് കോടതി വഴിയും അല്ലാതെയൊക്കെ പല രീതിയിലുമൊക്കെ മാറ്റേണ്ടി വന്നു. അവിടെയും എനിക്ക് എൻ്റെ ബ്രാൻഡ് നെയിം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയത് ഞാൻ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് മാത്രം. അപ്പോൾ അതെല്ലാം പിന്നീട് മാറ്റി നമ്മുടെ ഓൺ ബ്രാൻഡായി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റി. ഇപ്പോൾ 2023 ടാലന്റ് വേറൊരു ലിസ്റ്റഡ് കമ്പനി അക്യൂർ ചെയ്യുകയും ചെയ്തു ചെന്നൈയിലുള്ള. അതൊരു വലിയൊരു ഒരു പ്രൗഡായിട്ടുള്ള ഒരു PSC എന്ന് പറയുന്ന സാധാരണ ഒരു ആർക്കും തുടങ്ങാൻ വെച്ചാൽ PSC എന്ന് പറയുന്ന ഒരിക്കലും ഒരു എൻട്രി ബാരിയർ ഇല്ലാത്ത ഒരു സംഭവമാണ്. ആർക്ക് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം PSC. അപ്പോൾ അവിടെ നമുക്ക് അത്രത്തോളം ക്വാളിറ്റി ആയിട്ട് PSC ടാലന്റ് അക്കാഡമിയും അതുപോലെ പബ്ലിക്കേഷൻസിലെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പ്രാവശ്യം ഞാൻ ആഡ് കൊടുത്ത സമയത്ത് ഒരു ബുക്കിൻ്റെ ആഡ് കൊടുത്തു. ടാലന്റ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയറോ LDC എന്തോ ആണ് കൊടുത്ത സമയത്ത്. ആ സമയം ഇതൊക്കെ ഒരു സീസണിലാണല്ലോ, അതായത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ സമയത്താണ് ഈ ബുക്സ് ഒക്കെ പോകുന്നത് കൂടുതൽ. ആ ദിവസം ആഡ് വരേണ്ട ദിവസം ഞാൻ പത്രം എടുത്ത് നോക്കിയപ്പോൾ പത്രത്തിൽ ആഡില്ലാതെ അങ്ങനെ നമ്മുടെ സുഹൃത്തിനെ വിളിച്ച് ചോദിച്ചു, ഏജൻസിയുടെ പുള്ളിയോട് ചോദിച്ചു. പുള്ളി അത് വന്നിട്ടില്ലേ, അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് കേരളത്തിലെ ഒരു വളരെ പ്രമുഖമായിട്ടുള്ള മലയാള പത്രം അവർ പറയുന്നത് ടാലൻറ്റിൻ്റെ ബുക്സും അവർക്കും ബുക്കുണ്ട്, PSCക്ക് ബുക്കുണ്ടായിരുന്നു ആ സമയത്ത്, അവരുടെ ബുക്കും തമ്മിലാണ് കോമ്പറ്റീഷൻ. അതുകൊണ്ട് ടാലൻറ്റിൻ്റെ ആഡ് കൊടുക്കാൻ പറ്റില്ല, ടാലൻറ്റിൻ്റെ പുസ്തകത്തിൻ്റെ ആഡ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ നമുക്ക് ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് ഉണ്ടായത്. എന്നിട്ട് 2 മാസം കഴിഞ്ഞതിന് ശേഷം ഫ്രീ ആയിട്ട് അതേ ആഡ് ഫ്രീ ആയിട്ടിട്ട് ഒരു കാശും മേടിച്ചില്ല. അതെങ്ങനെ സംഭവിച്ചു? കാരണം അതാണ് നമുക്കൊരു പ്രൗഡ് ഫീലിംഗ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ആഡും അവരുടെ ആഡും വന്നു കഴിഞ്ഞാൽ, പുസ്തകത്തിന്റെ വന്നു കഴിഞ്ഞാൽ അവരുടെ പുസ്തകത്തിനെ അത് ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആഡ് ചെയ്തില്ല, പബ്ലിഷ് ചെയ്തില്ല. എന്നിട്ട് അതേ ആഡ്, നമ്മൾ കൊടുത്ത അതേ ആഡ് പിന്നീട് ഫ്രീ ആയിട്ട് ഇട്ടു. അതാണ് ഒരു ക്വാളിറ്റി, കുട്ടികളുടെ ട്രസ്റ്റും. അതൊരു ടാലന്റിന്റെ ഒരു പ്രൗഡ് ഫീലിംഗ്. എങ്കിലും യഥാർത്ഥത്തിൽ USP എന്തായിരുന്നു? ആക്ച്വലി USP എന്തായിരുന്നു? വിജയമാണല്ലോ, നമ്മുടെ നമ്പേഴ്സ് ആണല്ലോ ശരിക്കും ഉണ്ടാവേണ്ടത്. പക്ഷെ ഈ നമ്പേഴ്സ് ഉണ്ടാക്കുന്നതിന് പിന്നിൽ ചെറിയ അധ്വാനം പോരാ. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, സ്ട്രാറ്റജിക്കലായിട്ടുള്ള, പിന്നെ മറ്റുള്ളവരെ നമ്മൾ നോക്കുകയും ചെയ്യണം. അതെ. അപ്പം ശരിക്കും എന്തായിരിക്കും സക്സസ് ആയി എന്ന് മനസ്സിലാക്കണേ? സക്സസ് മനസ്സിലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് ബിസിനസ് ആയിട്ടല്ല ആക്ച്വലി. അതായത് സിവിൽ സർവീസ് കിട്ടിയില്ല എങ്കിൽ ബിസിനസ് തുടങ്ങുക, അതല്ല. ബിസിനസ് എന്നുള്ള വേർഡ് ആക്ച്വലി എന്നെ സംബന്ധിച്ച് മുന്നേ കുഞ്ഞുനാളിലെ മുതലേ ഒരു വെറുക്കപ്പെട്ട വേർഡായിരുന്നു. അതെനിക്ക് മാത്രമല്ല, കേരളത്തിന്റെ ഒരു മുതലാളി. അതെ, കേരളത്തിന്റെ ഒരു പൊതുധാര അങ്ങനെയാണ്. അത് എത്ര നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാലും, എത്രയൊക്കെ നമ്മൾ അതിനെ മറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചാലും, ഇപ്പോഴും അത് യഥാർത്ഥത്തിൽ അത് മാറിയിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു ധാരയുടെ ഭാഗമാണല്ലോ ഞാനും. അടുത്ത കാലം വരെ എന്നെ MD എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് സത്യത്തിൽ. MD എന്ന് വിളിച്ചാലോ അതുപോലെ CEO എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എനിക്ക് ദേഷ്യം വരും. കാരണം എനിക്ക് ഇഷ്ടമല്ല അത്. അങ്ങനെയാണ് ടാലന്റ് ആരംഭിക്കുന്നത്. ബിസിനസ്സിന് വേണ്ടിയിട്ടോ കാശുണ്ടാക്കാനോ അല്ല. അവിടെ നമ്മൾ കഷ്ടപ്പെട്ട്, ഞാൻ 8ാം ക്ലാസ്സിലെ പഠനം നിർത്തി. അപ്പോൾ നമുക്ക് ഇന്നതുണ്ടായിരുന്നെങ്കിൽ, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത് എന്ത് ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടല്ലോ. മാത്രമല്ല, സിവിൽ സർവീസിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, നല്ലൊരു ഒന്നുമല്ല, സിവിൽ സർവീസ് അക്കാഡമി ഉണ്ടായിരുന്നു. അല്ലാതെ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും സിവിൽ സർവീസിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലില്ല. സിവിൽ സർവീസിന് വേണ്ടിയിട്ട് ഒരു എസ്സേ എഴുതിയിട്ട് കാണിക്കാൻ യഥാർത്ഥത്തിൽ നല്ലൊരാളില്ല അവിടെ. അപ്പൊ അങ്ങനെ അതിനുശേഷം ഞാൻ പിന്നീടാണ് സിവിൽ സർവീസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഒരു 4-5 ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും, ഇത് രണ്ടുമാണ് ഞാൻ അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പഠിപ്പിക്കുന്ന സമയത്ത് എന്നോട് ഒരു 5-6 സ്റ്റുഡൻസ് വന്നിട്ട്
പറഞ്ഞു അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കണം, വേറെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ക്ലാസ് വേറെ എടുത്തു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്ഥാപനം എന്ത് ചെയ്യുന്നത്, പുതുതായിട്ട് ആരംഭം എന്ന് പറയുന്നത്. എല്ലാ സ്ഥലത്തും അങ്ങനെയാണല്ലോ. അപ്പോൾ അതിലൊരു പയ്യന് IPS കിട്ടി പിന്നീട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തിന് അന്ന് സിവിൽ സർവീസ് കോച്ചിങ് സെൻ്റർ ഉണ്ട്. ഞാൻ അവിടെ പഠിപ്പിക്കാനും പോകും. എൻ്റെ ഡ്രീം ആയിരുന്നു സിവിൽ സർവീസ് അക്കാഡമി എന്ന് പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് ഇതുള്ളത് കാരണം എനിക്ക് തുടങ്ങാനും മനസ്സ് അനുവദിക്കുന്നില്ല. അവസാനം അദ്ദേഹം രക്ഷപ്പെട്ടുമില്ല, എനിക്ക് സ്റ്റാർട്ട് ചെയ്യാനും പറ്റിയില്ല, സിവിൽ സർവീസ് തുടങ്ങാനും പറ്റിയില്ല. അങ്ങനെയാണ് PSC സ്റ്റാർട്ട് ചെയ്യുന്നത്. PSC സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വേറെ ഒരു 3-4 ആൾക്കാർ വന്നു. അവർ കൂടെ PSC സ്റ്റാർട്ട് ചെയ്തു. അവർ ടാലൻറ്റ് ഇങ്ങനെ കള്ളിക്കാട്, കാട്ടാക്കട, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ഫ്രാഞ്ചൈസി പലരും ചോദിച്ചിട്ട് കൊടുക്കുന്നുമില്ല ഞാൻ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവരൊരു 3-4 പേര്, അന്ന് വന്ന 3-4 പേരെല്ലാം കൂടെ അവർ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ ഒറ്റയ്ക്കായി. എൻ്റെ കൂടെ വേറൊരു എൻ്റെ അനുജനെ പോലുള്ള ഒരു ആളുണ്ടായിരുന്നു, ഭരത് എന്ന് പറഞ്ഞിട്ട്. പുള്ളി അതുപോലെ അയാളാണ് അവരെയൊക്കെ കൊണ്ടുവന്നത്. വേറെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബിജു എന്ന് പറഞ്ഞ പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ടാലൻറ്റ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ആരംഭവും അതങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യും. അവിടെ ഇത്രയും സക്സസ് ഉണ്ടായതിന് കാരണം എന്ന് പറയുന്നത്, നമ്മൾ ബിസിനസ്സാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഒരിക്കലും സക്സസ് ഉണ്ടാവില്ല. സക്സസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ അനുഭവിച്ചത് എന്താണ്, നമുക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, നമ്മൾ പഠിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന സാധനമാണ് ഇത്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഈ മനസ്സുള്ളത് കൊണ്ടാണ് ശരിക്കും ഇപ്പൊ ദക്ഷിണ എന്തുകൊണ്ടാണ് ഫോക്കസ് ചെയ്യുന്നത്? ദക്ഷിണയും അത് ഇതാണല്ലോ. ദക്ഷിണ ഇതിന്റെ ഒരു അൾട്ടിമേറ്റ്, അതായത് അന്നത്തെ സമയത്ത് നമ്മൾ ടാലന്റ് സ്റ്റാർട്ട് ചെയ്തു. അതിലൂടെ ഒരുപാട് പേർക്ക് ഫീസ് ഇല്ലാതെ ഒരാൾക്കും ടാലന്റിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നിട്ടില്ല. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഫീസ് അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക. പക്ഷേ അർഹതയുള്ളവർക്കായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഉള്ളത് ആണെങ്കിൽ അവർക്ക് ഒരു ഫീസും ഇല്ലാതെ എന്ത് ചെയ്യാം, നമുക്ക് പഠിപ്പിക്കാം. പക്ഷേ ക്ലാസ്സിൽ കറക്റ്റായിട്ട് വരണം, പഠിക്കണം എന്ന് ഉള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ധാരാളം പേർക്ക് PSC ഇതിൽ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു സൗകര്യം കൊടുത്തു. ഒരുപാട് പേര് അങ്ങനെ ജോലി കിട്ടിയതിന് ശേഷം വന്ന് ഫീസ് തന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ 1 രൂപയും സ്പെൻഡ് ചെയ്യണ്ട, നിങ്ങൾ പഠിക്കുക, ജോലി വാങ്ങുക, ജോലി വാങ്ങിയതിന് ശേഷം 2 പേരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുക. അത് ടാലൻറ്റ് പഠിപ്പിക്കാനല്ല, എന്തെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഇതായിരുന്നു ഞാൻ പറഞ്ഞത്. ദക്ഷിണ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ദക്ഷിണ ഗിവിങ് ബാക്ക് ടു ദ സൊസൈറ്റി. ഇപ്പം നമ്മൾ ഏത് നിലയിലെത്തിയാലും നമ്മുടെ മാത്രം കഴിവുകൊണ്ട് ഒരിക്കലും നമുക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നിട്ട് വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അത് ഒരു കമ്പനി ആയിക്കോട്ടെ, ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ലൈഫ് എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ എപ്പോഴും നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ്. എത്രയൊക്കെ നമ്മൾ ഇൻഡിവിജ്വലിസ്റ്റിക് ആവാൻ ശ്രമിച്ചാലും ഒരിക്കലും നടക്കില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം എഫേർട്ട് കൊണ്ടല്ല, പല രീതിയിലും നമ്മളെ പലരും സഹായിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അത് അവർക്ക് നമുക്ക് ചിലപ്പോൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പലരും ഒന്ന് ചിലപ്പോൾ ജീവിച്ചിരിപ്പില്ലായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് പലർക്കും അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് നമ്മൾ അതുപോലെ തന്നെ മറ്റുള്ള നമ്മളെപ്പോലെ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ദക്ഷിണ എന്ന് പറയുന്ന പ്രോഗ്രാം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, ഡിസർവിങ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 500 കുട്ടികൾക്ക് ഫസ്റ്റ് ഫേസ് എന്നുള്ള നിലയിൽ 500 കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷനും, അതുപോലെ 5ാം സ്റ്റാൻഡേർഡ് മുതൽ നീറ്റ് +2, അതുപോലെ നീറ്റ് JEE, പിന്നെ അപ്സ്കില്ലിംഗ് കോഴ്സുകൾ, കോഡിംഗ് ആണെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അപ്പോൾ ഇങ്ങനെയുള്ള അപ്സ്കില്ലിംഗ് കോഴ്സുകളും ഇതിലൂടെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഓ, അടിപൊളി. അതിനിടയ്ക്ക് ഞാൻ ഒരു ടേൺ എടുത്തോട്ടെ. ഈ ക്രിയേറ്റിവിറ്റിയെ സംബന്ധിച്ച് ഇപ്പോൾ വിരുന്നും ശുഭദിനവും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്രിയേറ്റീവ് പാർട്ടിൽ നിൽക്കുമ്പോൾ ഇത് വേറൊരു സംഗതിയാണ്, ഇതുമായി ബന്ധപ്പെടുന്നതല്ല. അത് ഉള്ളിൽ എപ്പോഴും സിനിമ ഉണ്ടായിരുന്നോ? ഈ സിനിമ സ്ഥിരമായിട്ട് ഇതിനിടയിൽ കാണാനുള്ള സമയമൊക്കെ കിട്ടുന്ന ഒരാളായിരുന്നോ? സിനിമയിലേക്ക് എന്തുകൊണ്ടാണ് വന്ന് വീണേ? സിനിമയിലേക്ക് എന്തുകൊണ്ടാണ് വീണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് കൂടുതൽ ഒരു ആഗ്രഹം. കുഞ്ഞുനാളിലേ തന്നെ. ഇപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അതായത് 6ലോ 8ലോ പഠിക്കുമ്പോഴാണ് ഞാനൊരു നാടകം എഴുതി, ഡയറക്റ്റ് ചെയ്ത്, ആക്ടിങ്ങും എഴുതിയതും അതുപോലെ ഡയറക്ഷനും ആക്ടിങ്ങും എല്ലാം അതിലുണ്ട്. വേറെ ആൾക്കാരുണ്ടായിരുന്നു, ഇത് ഞാൻ ചെയ്തതാണ് സ്കൂളിൽ. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങ് പോയി. പിന്നെ സ്കൂളിലാണെങ്കിലും ഈ പാടാനൊക്കെ ആ സമയത്തൊക്കെ ഒരു ചെറിയൊരു
എന്താണ് പ്രാർത്ഥന, ഈശ്വര പ്രാർത്ഥന പാടാനും അങ്ങനെയൊക്കെ ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിൽ ഞാനും ഉണ്ട്. സ്കൂളിൽ അത്യാവശ്യം വളരെ ആക്റ്റീവായിട്ട് ക്ലാസ് ലീഡറൊക്കെ ആയിട്ട് എന്താ അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സംഭവമാണ്. പിന്നെ അതിനുശേഷം പിന്നീട് പഠനം പോയി, പിന്നെ ജീവിക്കാനുള്ള സംഭവമായി, വർക്കായി, അതിൽ ആയി ഇൻവോൾവ് ആയി. ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതും. കോവിഡ് സമയത്താണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി പക്ഷെ കോവിഡിന് മുന്നേ തന്നെ ആക്ടിങ് ഒരു ആക്ടിങ് സ്റ്റാർട്ട് ചെയ്തു. 3-4 പടത്തിൽ ആക്ട് ചെയ്തു. 2 പടം എന്താ പ്രധാനമായിട്ട് നമ്മളെ പ്രൊഡക്ഷനിൽ തന്നെ ചെയ്തു. അതിൽ ശുഭദിനത്തിലെ 2 പാട്ടും ഞാനാണ് എഴുതിയത്. ക്രിയേറ്റീവ് സൈഡിൽ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഈ വിരുന്നിൽ അർജുൻ സാറിനെ കൊണ്ടുവന്ന എന്തുകൊണ്ടാണ്? അർജുൻ സാറിനെ അത് കഥ ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്തത് കൊണ്ട് അർജുൻ സാറിലേക്ക് എത്തി എന്നുള്ളതാണ്. ഈ BJPയുടെ ഇലക്ഷൻ സോങ് ഞാൻ കണ്ടായിരുന്നു. മാറണം എന്നുള്ള അർത്ഥത്തിൽ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. അതിലേക്ക് എത്തിയത് BJPക്കുള്ളിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് ഒരു ചാൻസ് വന്നതാണോ, അതോ ക്രിയേറ്റീവ് പേഴ്സൺ ആണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ ഇങ്ങോട്ട് ബന്ധപ്പെട്ടതാണോ, എങ്ങനെയാണത്? എന്നോട് പറഞ്ഞിട്ട് എഴുതിയതൊന്നുമല്ല. ഞാൻ ഇങ്ങനെ ഇലക്ഷൻ വരുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതും. ഇത് എഴുതിയിട്ട് AI വെച്ചിട്ട് അതിൻ്റെ കമ്പോസ് ചെയ്ത് അതെല്ലാം അവർ 2-3 ദിവസം കൂടെ ആയിട്ട് അത് കേൾപ്പിച്ച സമയത്ത് ഇഷ്ടപ്പെട്ടു അവർക്കെല്ലാം. അങ്ങനെയാണ് അത് അവസാനം അതെന്ത് ചെയ്തു, സ്റ്റേറ്റ് പ്രസിഡന്റ് റിലീസ് ചെയ്യുന്ന ഇതിലേക്ക്. അത് ആദ്യത്തെ ഒരു വെർഷൻ എഴുതിയിട്ട് നമ്മുടെ സുരേഷ് ജിയെയും അതുപോലെ കൃഷ്ണസേട്ടനെയൊക്കെ കാണിച്ച സമയത്ത് അവർ 1-2 സജഷൻസ് പറഞ്ഞു. അപ്പോൾ അതും കൂടെ വെച്ചിട്ടാണ് പിന്നീട് രണ്ടാമത് ഫുൾ ഇതായിട്ട്. പിന്നെ അവർ യഥാർത്ഥത്തിൽ വീഡിയോ സോങ് ആക്കുന്നതിന് മുമ്പ് അവർ കേട്ടിട്ടില്ലായിരുന്നു. പിന്നെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാജീവേട്ടൻ്റെ അടുത്ത് പോയി. പുള്ളിയാണത് റിലീസ് ചെയ്തത്. ഏകദേശം ഒരു 5 മില്യന് പുറത്ത് ആൾക്കാരത് കണ്ടിട്ടുണ്ട് പഞ്ചായത്ത് ഇലക്ഷനായിട്ട്. എന്നിട്ട് രാജീവേട്ടൻ പറയുകയും ചെയ്തു, മോദിജിക്ക് ഇഷ്ടപ്പെട്ടു, മോദിജിയെ കേൾപ്പിച്ചു കൊടുത്തു. അത് തന്നെ ഏറ്റവും വലിയ എന്താ ഭാഗ്യമല്ലേ. പിന്നെ പ്രൈം മിനിസ്റ്റർ സോങ് മോദിജി അത് കേട്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ രാജീവേട്ട അതുകൊണ്ട് കാണിക്കണമെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരാള്, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുമ്പോൾ ടെക്നോളജിയിലും ഇതൊക്കെ അത്രയും വലിയൊരു പേഴ്സണാലിറ്റി അല്ലേ. അപ്പൊ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ മോദിജിയെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് തോന്നിയത്. അതൊരു വലിയൊരു നേട്ടം തന്നെയാണ്. അതിന്റെ മീനിങ് എന്താ? വേവിത മീൻസ് വേ ടു ലൈഫ് എന്നാണ്. അതില് അതായത് നമ്മുടെ വേവിത എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയാ, ഏത് തരത്തിലുള്ള ലേണിങ്ങിന് വേണ്ടിയിട്ട്, ജീവിത മാർഗത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള കോഴ്സുകളും വേവിതയിലൂടെ നമുക്ക് സ്വായത്തമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതൊരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ മാർക്കറ്റ് പ്ലേസ്. ആമസോൺ ഫോർ ഇ-കൊമേഴ്സ്, വേവിത ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് വേവിത സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 2 മോഡലുണ്ട്. ഒരെണ്ണം ഈ മാർക്കറ്റ് പ്ലേസും, ഒരു മോഡൽ എന്ന് പറയുന്നത് വൈറ്റ് ലേബൽ. അതായത് ആർക്ക് വേണമെങ്കിലും അവരുടെ ബ്രാൻഡ് നെയിമിൽ ഇത് പബ്ലിഷ് ചെയ്യാം. ഏതാണ്, ആപ്പും അതുപോലെ വെബും ഒക്കെ പബ്ലിഷ് ചെയ്യാം, അവരുടെ പ്ലാറ്റ്ഫോം. ഇപ്പോൾ നമ്മുടെ സാസ് മോഡലാണ്. ടാലൻറ്റ് 2009 സ്റ്റാർട്ട് ചെയ്തിട്ട് 2013 മുതൽ ഓൺലൈൻ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അന്നൊന്നും ഓൺലൈൻ അത്ര വ്യാപകമായിട്ടില്ല. ഓൺലൈൻ കോച്ചിങ് ആപ്പ് അതുപോലെ വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടും എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുള്ളൊരു ധാരണയിൽ. പക്ഷേ ഒരുപാട് ചലഞ്ച് എന്ത് ചെയ്തു. അപ്പോഴൊക്കെ പല ആൾക്കാരെ ഏൽപ്പിച്ചു. ആദ്യം ഒരാളിനെ ഏൽപ്പിച്ച സമയത്ത് അയാൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നത് ഒരു ടെസ്റ്റ് പ്ലാറ്റ്ഫോം ആയിരുന്നു. ഇതല്ല, ഏതാണ് ഈ ഓൺലൈൻ ത്രൂ ആയിട്ടുള്ള ക്ലാസ് എടുക്കുന്നതൊന്നും അല്ല, പകരം ടെസ്റ്റ് പ്ലാറ്റ്ഫോം ആയിരുന്നു. അപ്പം അതല്ല നമ്മൾ ഉദ്ദേശിച്ചത്. അങ്ങനെ കുറേ കഴിഞ്ഞ് വേറൊരു ടീമിനെ അവസാനം 2016 വേറൊരു ടീമിനെ ഏൽപ്പിച്ചു. അവർ അവസാനം ഒരു വെബ് ആപ്പ് പോലെ കൊണ്ടുവന്നു. പക്ഷേ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ വയ്യ. അത് എപ്പോഴും ബഗ്ഗും സെർവർ ഡൗണും ആകെ പ്രശ്നമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ക്വാളിറ്റി ഇല്ല. അവസാനം ഞാൻ വിചാരിച്ചു, എന്താണ് നിങ്ങളുടെ പ്രോബ്ലം? നിങ്ങൾക്ക് നമ്മുടെ ടീം മുഴുവനും സപ്പോർട്ടായിരുന്നു. നിങ്ങൾക്ക് ഫണ്ടിൻ്റെ പ്രശ്നമാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മോഡലിലേക്കോ അങ്ങനെ എന്തെങ്കിലും പോകാം. അവസാനം ആ കമ്പനി അക്യൂർ ചെയ്യുന്ന മോഡലിലേക്ക് വരെ ഡിസ്കഷനൊക്കെ പോയി. 2019 ആയപ്പോൾ കോവിഡ് സമയത്തൊക്കെ ആ കമ്പനി അക്യൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഡിസ്കഷനിലൊക്കെ നമ്മൾ വിചാരിച്ച ആ ഒരു ക്വാളിറ്റിയിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. അത് പറ്റില്ല എന്ന് ഒരു റിയലൈസ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മൾ സ്വന്തമായിട്ട് കമ്പനി ബിൽഡ് ചെയ്യാം എന്നുള്ളൊരു
ഒരു തലത്തിലേക്ക് പോയി. അങ്ങനെയാണ് വേവിത അവിടെ നെയ്യാർ ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാർട്ടപ്പായിട്ട് രൂപം കൊള്ളുന്നത്. പിന്നീട് ഈ 5-6 വർഷം കൊണ്ട് ഇങ്ങനെ ബിൽഡ് ചെയ്യണം. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ടെക്നോളജിയിൽ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ അതിൽ ഹെഡായിട്ടൊക്കെ കൊണ്ടുവന്നു. നമ്മൾ അതിൽ വലുതായിട്ട് ഡിസൈനും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർ തന്നെ ബിൽഡ് ചെയ്യുമായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ സമയം പോകുന്നതല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പ്രോഡക്റ്റ് വരുന്നില്ല. പ്രോഡക്റ്റ് വരുന്ന വൺ ഓഫ് ദ പ്രോഡക്ട്സ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ ഒരു കോമ്പറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ പാർ വിത്ത് ദ കോമ്പറ്റീറ്റർ. നമ്മൾ ബെസ്റ്റ് ആയാൽ മാത്രമേ നമുക്ക് അതിനെ, അല്ലെങ്കിൽ ഉള്ള പ്ലാറ്റ്ഫോംസിന്റെ ഇടയിൽ ഒരു പ്ലാറ്റ്ഫോമും കൂടെ വന്നിട്ടൊരു കാര്യമില്ലല്ലോ. നമ്മൾ അതിനേക്കാൾ മികച്ചതാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനേക്കാൾ നല്ലൊരു പ്രോഡക്റ്റ് ആയിരിക്കണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. നല്ല രീതിയിൽ മറ്റുള്ളവരുടെ പെയിൻ ഏരിയ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ പ്രോഡക്റ്റ്. പക്ഷേ നിർഭാഗ്യവശാൽ പലർക്കും അത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ ഇപ്പോൾ എഡ്യൂക്കേറ്റേഴ്സിന്റെ അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ നീഡ്സ് എന്താണെന്ന് അവർക്കറിയില്ല. അത് കാരണം ഒരു ദീർഘവീക്ഷണം ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വയ്ക്കും. വരുമ്പോൾ പലതും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥയിലായി. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി. പിന്നീട് നമ്മൾ തന്നെ അതിനിടയിലാണ് ഈ ടാലന്റിനും കൂടെ വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചത്. ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്താണ് അന്ന് 3 ഒരു ടാലന്റ് നെയ്യാർ ടെക്നോളജീസ് ഉണ്ട്, നെയ്യാർ അക്കാഡമി, നെയ്യാർ എഡ്യൂക്കേഷൻ. അതായത് ടാലന്റ് അക്കാഡമിയും പബ്ലിക്കേഷനും ടെക്നോളജിയിൽ നെയ്യാർ ടെക്നോളജി എന്ന് പറയുന്നത് 3 കമ്പനിക്കും കൂടെയാണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തത്. അപ്പോഴത്തേക്കാണ് വരാന്ത വന്നിട്ട് അവർ എന്ത് ചെയ്തു, ഓഫർ ചെയ്തു ടാലന്റ് അവർ അക്യൂർ ചെയ്യാം. അവർക്ക് ഒരിക്കലും അതിൻ്റെ ഒരു പാർട്ടായിട്ട് മാത്രം നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, ടാലന്റ് അക്യൂർ ചെയ്യാം എന്ന് ഇങ്ങോട്ടൊരു ഓഫർ വെച്ചു. അപ്പോൾ എൻ്റെ കൂടെ നിന്ന് എല്ലാവരും പറഞ്ഞു കൊടുക്കണ്ട, ടാലന്റ് കൊടുക്കണ്ട എന്ന് പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ആലോചിച്ചപ്പോഴത്തേക്ക് ടാലന്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കേരളത്തിൽ മാത്രം ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റും. അത് ഓഫ്ലൈനാണ്, സ്കെയിലബിൾ അല്ലാത്ത ഒരു ഇതാണല്ലോ. അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, അങ്ങനെയാണെങ്കിൽ ടാലന്റ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ ടെക്നോളജി ഇല്ലാതെ നമുക്ക് മുന്നേറാൻ പറ്റില്ല ഇനി ഈ കാലത്ത്. ഇമ്പാക്റ്റ് ഈസ് ലിമിറ്റഡ് വിത്തൗട്ട് ടെക്നോളജി. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ടാലന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട്. ടാലന്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് അതിൽ നിന്ന് മാറാൻ പറ്റില്ല, ഞാനില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണത്. അപ്പോൾ ക്വാളിറ്റി കൺസേൺ ആയതുകൊണ്ട് ഒരിക്കലും ഞാൻ മാറി നിൽക്കത്തുമില്ല. അങ്ങനെ ടാലന്റ് എന്ത് ചെയ്തു, കൊടുക്കാമെന്ന് സമ്മതിച്ചു. അവരത് ഏറ്റെടുത്തു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ ഫുൾ ടൈം എനിക്ക് എന്ത് ചെയ്യാം, വേവിതയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അങ്ങനെയാണ് അതിലേക്ക് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. ആ ഡിസിഷൻ നല്ലതായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആ സമയങ്ങളിലൊക്കെ കുറച്ച് സമയം നമുക്ക് ലോസായി. പക്ഷെ എങ്കിലും അതിൽ ഡെവലപ്പേഴ്സ് ആയിട്ടിരുന്ന ആൾക്കാരൊക്കെ വളരെ നല്ലതാണ്, അന്നും ഉള്ളവർ ഇപ്പോഴും ഉണ്ട്. അവരെല്ലാം വർക്ക് എന്ത് ചെയ്യും, നന്നായിട്ട് ചെയ്യും. പക്ഷെ അത് ലീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന ആൾക്കാരുടെ പ്രോബ്ലം ആയിരുന്നു എപ്പോഴും ബോട്ടിൽ നെക്ക് ഈസ് ആൾവേസ് അറ്റ് ദ ടോപ്പ്. അപ്പോൾ അതായിരുന്നു യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പിന്നീട് CTO ലെവലിലൊക്കെ ആയിരുന്നു ആൾക്കാരെ എടുത്തുകൊണ്ടിരുന്നത്. അവരുടെ ഇതിലായിരുന്നു മാനേജ് ചെയ്തിരുന്നത്. ആദ്യമൊക്കെ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ ഇത് സമയം 6 മാസമായി, 1 വർഷമായി, 2 വർഷമായി, പ്രോഡക്റ്റ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാകത്തിനുള്ള ഇത് വരുന്നില്ല. അങ്ങനെയാണ് പിന്നെ അവസാനം ഞാൻ തന്നെ അത് ഏറ്റെടുക്കുന്നു മീൻസ് അതിലെല്ലാ കാര്യങ്ങളിലും ടെക്നോളജി സൈഡിലും എല്ലാം. അപ്പോഴത്തേക്ക് ഭാഗ്യത്തിന് ChatGPTയും ഒക്കെ വന്നത്, ജെമിനിയൊക്കെ വന്നത് കാരണം പിന്നെ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെക്കാൾ ഉപരിയായിട്ട് നമുക്ക് ഒരു റിസർച്ച് മൈൻഡ്, അറ്റ്ലീസ്റ്റ് വി ഷുഡ് ഡു കമ്പാരിറ്റീവ് സ്റ്റഡി. ദൗർഭാഗ്യവശാൽ 99.9% ആൾക്കാരും ഈ കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്യത്തില്ല. അത് ഏത് കാര്യത്തിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളൊരു പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് കോമ്പറ്റീറ്റേഴ്സിന്റെ ലെവലെങ്കിലും ഉണ്ടാവണം. അതിന് താഴെ പോയാൽ പിന്നെ എന്തിനാ നമ്മൾ അത് ലോഞ്ച് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവരുടെ ലെവലിലെങ്കിലും ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെന്താണെന്ന് അറിയണം. അപ്പം ഞാൻ എപ്പോഴും ഇവരോട് പറയുന്നത്, നിങ്ങളൊരു യു ഷുഡ് ഐഡന്റിഫൈ അറ്റ്ലീസ്റ്റ് 3 ഓഫ് യുവർ കോമ്പറ്റീറ്റേഴ്സ്. അതിനുശേഷം അവരുടെ എല്ലാ ഫീച്ചേഴ്സും യു ഷുഡ് ബി ബൈ ഹാർട്ട്. അത് ബൈ ഹാർട്ട് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് തീരുമാനിക്കാം. എൻ്റെ അടുത്തൊരു പ്രോഡക്റ്റിൻ്റെ ഒരു ഡിസൈൻ കൊണ്ടുവന്നാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് 3 കോമ്പറ്റീറ്റേഴ്സിനെ ഓപ്പൺ ചെയ്തിടാൻ പറയും. ഓപ്പൺ ചെയ്തിടാൻ പറഞ്ഞിട്ട് കമ്പയർ ചെയ്യും.
കമ്പാരേറ്റീവ് വി ഡു നെവർ കോപ്പി. നമ്മൾ ഒരിക്കലും അവരെ കോപ്പി ചെയ്യത്തില്ല. പക്ഷേ വി ഷുഡ് എൻഷുർ ദാറ്റ് അവർ പ്രോഡക്റ്റ് ഈസ് ബെറ്റർ ദാൻ theirs. At least it is par with theirs product. ഒരു മനസ്സ് എപ്പോഴും ഉണ്ടായിരിക്കും. ആ ഒരു മനസ്സ്. പുതിയ ടെക്നോളജി ആണ് പുതിയ ടെക്നോളജി. ലോകം മാറുന്നതും എല്ലാം ഇനി അതിലൂടെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നമുക്ക് ഈ ഏരിയയിലാണോ ചെയ്തിരിക്കുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്ത് റിസർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് പുതിയ പദ്ധതികൾ പറയാൻ പറ്റുന്ന പരുവത്തിലെത്തിയത് പറയും? ഡെഫിനറ്റ്ലി തന്നെയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു 3 വർഷം മുന്നേ ChatGPT എന്ന് പറയുന്നതൊന്നുമില്ല. ഇന്നിപ്പോൾ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുള്ളതുപോലെ തന്നെ ChatGPTയോ ജെമിനിയോ ക്ലോഡോ ഗ്രോക്കോ എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ കയ്യിൽ വേണം. കാരണം ഇത് നമ്മുടെ ഡെയിലി, നമുക്ക് നേരത്തെ കണ്ടന്റ് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഡിസൈനേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് ഡോക്യുമെന്റിന്, ഇതിനെല്ലാം കൂടെയുള്ള സൊല്യൂഷനാണിത്. ബട്ട് AI ഡസ് നോട്ട് റീപ്ലേസ് ഹ്യൂമൻസ്. ഒരിക്കലും ആൾക്കാർ വേണ്ട എന്നല്ല, പക്ഷേ ഇത് ഇഫ് യു ആർ നോട്ട് യൂസിങ് AI, ദ പേഴ്സൺ ഹു യൂസേഴ്സ് AI വിൽ റീപ്ലേസ് യു. അപ്പൊ അതാണ്. അതുകൊണ്ട് എന്ത് വേണം, നമുക്ക് ഈ AI സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ യൂസ് ചെയ്യാൻ പഠിച്ചിരിക്കണം, ഇതിൽ ബെറ്റർ ഏതാണെന്ന് അറിയണം, എന്താണ് ഇതിന്റെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ ഇതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നമ്മൾ അറിയണം. അപ്പോൾ പല ആൾക്കാരും AIക്ക് പാകമാകുന്ന രീതിയിൽ ബിസിനസ്സിനെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെ AI കൊണ്ടുവരാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ AI എന്ന് പറയുമ്പോൾ ചാടിക്കേറിയോ AI ഇംപ്ലിമെന്റ് ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമില്ല. അപ്പോൾ ആദ്യം നമ്മൾ അനലൈസ് ചെയ്യണം ബിസിനസ്സിനെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഒരു പ്രോഡക്റ്റ്, അതിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ ഏരിയയിൽ നമുക്ക് AIയുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താം, അതിന് നമ്മൾ എന്തൊക്കെയാണ് AIയുടെ സാധ്യതകളെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മുടെ വേവിതയിലെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട്, ഇപ്പോൾ അതിൽ കോഴ്സിൻ്റെ കരിക്കുലം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കോഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് AIയുടെ ഹെൽപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മാനുവൽ എഫേർട്ട് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് എഡ്യൂക്കേറ്റേഴ്സിന് ഫ്രീ ആയിട്ട് അതെല്ലാം AI വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സ്റ്റുഡൻറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്റ്റുഡൻറ്റിന് ഒരു ഡൗട്ട് വന്നാൽ അയാൾ എങ്ങനെ ക്ലിയർ ചെയ്യും? ആ കൊടുത്തിരിക്കുന്ന കണ്ടന്റിൽ അയാൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അയാൾക്ക് ക്ലിയർ ചെയ്യാൻ മാർഗ്ഗമില്ല. അപ്പോൾ അവിടെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ അപ്പോഴെന്ത് ചെയ്യണം, വിളിക്കണം. അവിടെ നമ്മൾ AI ട്യൂട്ടർ എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഇപ്പോൾ അത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്, AI ട്യൂട്ടർ. അപ്പോൾ അവിടെ സ്റ്റുഡൻറ്റിന് ഡൗട്ട് വന്നാൽ അപ്പം തന്നെ സിംപ്ലിഫൈ ദിസ് ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ കണ്ടന്റിൽ കൊടുത്തിരിക്കുന്നത് അതിനെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ വീഡിയോ കണ്ടിട്ടാണെങ്കിലും ഇത് എവിടെയെങ്കിലും ഡൗട്ട് വന്നാൽ അതിന് ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിന് ആൻസർ കൊടുക്കും. എന്നിട്ട് ഹ്യൂമൻ ഇൻ ദ ലൂപ്പ്. അടുത്ത് ഇത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അപ്പോൾ തന്നെ മെസ്സേജ് അയക്കാനുള്ള പ്രൊവിഷനും ഉണ്ട്, ടീച്ചേഴ്സിന് മെസ്സേജ് അയക്കാനുള്ള പ്രൊവിഷനും ഉണ്ട്. അതുപോലെ തന്നെ ചാറ്റ് ബോട്ടുകൾ നമ്മൾ കസ്റ്റമർ സർവീസിനാണെങ്കിലും ശരി, സപ്പോർട്ട് എക്സിക്യൂട്ടീവ്സിനെ ആണെങ്കിലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ തന്നെ എന്ത് ചെയ്യണം, സമയം നമുക്ക് അത്രയും ഇതാവും. ഇത് നമ്മുടെ ഡോക്യുമെന്റ്സും നമ്മുടെ സിസ്റ്റം എല്ലാം അനലൈസ് ചെയ്തിട്ട് AI തന്നെ അവരെ ഗൈഡ് ചെയ്ത് കൊടുക്കും. എന്തെങ്കിലും ഒരു ട്രബിൾ ഷൂട്ടിങ്ങിനോ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യുന്നതിനൊക്കെ AIയുടെ ഹെൽപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മാർക്കറ്റിംഗ് എല്ലാ മേഖലയിലും. പക്ഷേ അതിന് മുമ്പ് നമ്മൾ പഠിച്ചിരിക്കണം എന്താണ് AIയുടെ സാധ്യതകൾ, അതിനെ എങ്ങനെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ പ്രോഡക്റ്റിൽ, നമ്മുടെ സർവീസിൽ എങ്ങനെ അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്ന് നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ എടുത്താലേ സാധ്യമാവും. അല്ലാതെ ഞാനൊരു പ്ലാറ്റ്ഫോം തുടങ്ങി, ബിസിനസ് തുടങ്ങി, ഞാൻ അതിൻ്റെ CEO ആണ്, ഫൗണ്ടറാണെന്ന് പറഞ്ഞിരുന്നാൽ ആരും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. നമ്മൾ തന്നെ അത് എന്ത് ചെയ്യണം, അത് റിസർച്ച് ചെയ്ത് എല്ലാ ദിവസവും നമ്മൾ ലേൺ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ IIM-ൽ പോയിട്ട് ഈ ഒരു AI ഫോർ ലീഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം എടുത്തത്. അടിപൊളി. ഈ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ടല്ലോ, മൈൻഡ് ഉണ്ടല്ലോ, അത് ശരിക്കും നമ്മുടെ രാഷ്ട്രത്തിനൂടെ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും ഗുണം ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിലുള്ള തലച്ചോറുള്ളവർ അത്തരത്തിലുള്ള പൊസിഷൻസിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു സ്പേസിലേക്കൊക്കെ വരികയാണെങ്കിൽ ഒരു വിഷൻ ഉണ്ടാവുമല്ലോ. അപ്പം ഇൻ കേസ് ഓഫ് ഒരു ഇലക്ഷന് മത്സരിക്കുകയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതയൊക്കെ വരികയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഒരു വിഷൻ, എന്തായിരിക്കും ഒരു ആഗ്രഹം? പല തരത്തിലുള്ള സ്വപ്നം കണ്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ
മേക്ക് ചെയ്തത്. അത് സിനിമയാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിലും കുറേശ്ശെ ടാലന്റ് കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സ്കാറ്റേഡായ എല്ലാ സാധനങ്ങളും കൂടെ നമ്മൾ കൊണ്ടുപോയി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഒരു ലീഡർഷിപ്പിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ. എന്താണ് അങ്ങനെ ഒരു വിഷൻ ഉള്ളത്? നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് നോക്കി നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തല്ലോ, നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ ടാലൻറ്റ് ധാരാളമുണ്ട്, ടാലൻ്റ് ഉണ്ട്. പീപ്പിൾ ഡോണ്ട് ഫെയിൽ ലാക്ക് ഓഫ് ടാലൻറ്റ്. അവർ ഫെയിൽ ചെയ്യുന്നത് ദേ ഫെയിൽ ബിക്കോസ് ഓഫ് മൈൻഡ് സെറ്റ്. നമ്മുടെ മൈൻഡ് സെറ്റാണ് യഥാർത്ഥത്തിൽ മാറേണ്ടത്. മൈൻഡ് സെറ്റ് എല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ യുവത്വത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എങ്ങനെ നമുക്ക് ഉണ്ടാകുന്നത്? ഈ മൈൻഡ് സെറ്റ് ഉണ്ടാകുക എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡി എന്ന് പറയുന്നത് വാട്ട് വി ഈറ്റ് അല്ലേ? നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മുടെ ബോഡി എന്ന്. അതുപോലെ നമ്മുടെ മൈൻഡ് എന്താണ്, അവിടെയും നമ്മൾ മൈൻഡിന് കൊടുക്കുന്ന ഫുഡാണ് അവിടെയും നമ്മുടെ മൈൻഡ് സെറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് മാറുന്നത്. മൈൻഡിന് കൊടുക്കുന്ന ഫുഡ് തോട്ട്സ് എവിടെ നിന്ന് ഉണ്ടാകുന്നതാണ്? തോട്ട്സ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് അത് തോട്ട്സ് ആയിട്ട് എന്ത് ചെയ്യുന്നത് മാറുന്നത്. തോട്ട്സ് ബിക്കം ആക്ഷൻസ്. അപ്പോൾ അതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഒരു റൂട്ട് കോസ് കണ്ടെത്തി ചികിത്സിച്ചാൽ നമുക്ക് മാറ്റം വരും. അതിന് ഏറ്റവും നല്ല വഴിയെന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് സത്യസന്ധമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ കറക്റ്റായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനും അവർ അതിൽ നിന്ന് ചിന്തിക്കാനും അതിൽ നിന്ന് ആക്ഷനിലേക്കും വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടെന്ത് ചെയ്യും? രക്ഷപ്പെടും. അതിന് നമ്മുടെ ചീപ്പായിട്ടുള്ള പൊളിറ്റിക്സ് അത് ആദ്യം ഇവിടെ ഇല്ലാതാക്കണം, നിർത്തണം. ആ പൊളിറ്റിക്സ്, അതായത് പൊളിറ്റിക്സിന് വേണ്ടിയിട്ടുള്ള, പവറിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്സ്, അധികാരം നിലനിർത്താൻ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞാൽ പലപ്പോഴും കേരളത്തിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇതിനെ കാണുന്നത്, കേരളത്തിൽ കാണുന്നത്. നമ്മൾ ലോങ് ടേം വിഷൻ അല്ലെങ്കിൽ ലോങ് ടേം ഒരു ഹോപ്പ്, ഒരു ഗോള്, അതൊന്നും നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് പകരം തൽക്കാലം നമുക്ക് അധികാരം നേടുക എന്നുള്ളതാണ്. പൊടിക്കൈ, കറക്റ്റ്, അതാണ് വേർഡ്. പൊടിക്കൈ പ്രയോഗിച്ചുകൊണ്ട് അധികാരം നേടുക. അപ്പോൾ അധികാരം നേടിക്കഴിഞ്ഞാലോ നമുക്കൊരു 5 വർഷമുണ്ട്. ഈ 5 വർഷത്തില് അധികാരം പറഞ്ഞോട്ടെ, ഇലക്ഷൻ സമയത്ത് എന്ത് വേണോ പറയാം, അധികാരം കിട്ടുക. പക്ഷെ അതിനുശേഷം വീണ്ടും അടുത്ത വർഷത്തെ അധികാരത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. 5 വർഷവും ഒരു ഇലക്ഷൻ സമയത്താണ് ഇങ്ങനെയുള്ള ഒരു ചീപ്പ് പൊളിറ്റിക്സ് എങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ അടുത്ത 5 വർഷം വരാൻ പോകുന്ന ഇലക്ഷനെ ഫോക്കസ് ചെയ്ത് ഇപ്പോഴേ വീണ്ടും എന്ത് ചെയ്യുന്നു? അജണ്ട സെറ്റ് ചെയ്യുകയാണ്. അവിടെ അജണ്ട സെറ്റ് ചെയ്യുകയാണ്. അപ്പൊ അത് നമ്മുടെ മുഴുവൻ ജനങ്ങളെ അത് എന്ത് ചെയ്തു? ബാധിക്കുകയാണ്. വർഗീയമായിട്ട് ഇന്നയാൾ, അതായത് നമ്മളൊരു നിഴലിനോടാണ് ഇപ്പൊ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു എന്താണ് ഒരു ദുഷ്ടശക്തി അവിടെ നിൽപ്പുണ്ട്. അതിനെയാണ് നമ്മളിപ്പോ എന്ത് ചെയ്യുന്നത്? പ്രൊജക്ട് ചെയ്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഇല്ല. മനസ്സിലായില്ലേ? അവിടെ ആൾക്കാരുടെ ഇടയിൽ വർഗീയമായ ചേരിതിരിവ്, രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവ് എല്ലാം വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലാണ്. ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ പേടി തോന്നും. ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറണം. അത് മാറണമെങ്കിൽ പുതിയ തലമുറ അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ എന്താണ്, ഏത് പാർട്ടിയാണെങ്കിലും പാർട്ടി പത്രം മാത്രം വായിച്ചതുകൊണ്ട് കാര്യമായില്ല. നമ്മൾ ഇവിടെ നിന്ന് കുറച്ചുകൂടെ ടെക്നോളജിയിലേക്കും ഒക്കെ, നഗരപ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ അത് കുറേയൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് ഈ ഇങ്ങനെ കൊടുക്കുന്ന ഇൻഫർമേഷൻ തെറ്റായിട്ട് അജണ്ട സൃഷ്ടിച്ചുകൊണ്ട് കൊടുക്കുന്നത് അവസാനം നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമാണ്. ഡിഗ്രി എല്ലാം നേടുന്നുണ്ട്, ഒരുപാട് ഡിഗ്രി അതും ഇതുമൊക്കെ നമ്മൾ നേടുന്നുണ്ട്. നമ്മൾ അങ്ങനെയുള്ള ഇൻഡെക്സിലൊക്കെ നമ്മൾ മുന്നിലായിരിക്കാം, അതൊക്കെ വേറെ കാര്യങ്ങൾ. അതൊന്നും ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കിയതല്ല. അത് നേരത്തെ വന്ന കേരളത്തിന്റെ ഒരു സ്ഥിതി അനുസരിച്ചും ഒക്കെ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ പുതിയ തലമുറ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരാൾ വരുന്നു, അവിടെ അവർക്ക് വേണ്ട സ്കില്ലുണ്ടോ എന്ന് ചോദിച്ചാൽ പല സമയത്തും നമ്മൾ നിരാശപ്പെടും. എന്നാൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം നമ്മളുമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ സ്കില്ലിങ് നമ്മുടെ ഇവിടെ കൂട്ടണം. അങ്ങനെയുള്ള വർഗീയമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവ് ആരെങ്കിലുമൊക്കെ പറയുന്നത് വിശ്വസിച്ച് അങ്ങോട്ടും അങ്ങനെ ആകാതെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അതിന് അവർക്ക് നല്ല ഒരു വിഷൻ നമ്മൾ ഇൻസ്റ്റിൽ ചെയ്തു. ഒരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പോൾ പല രീതിയിലുള്ള ഐഡന്റിറ്റി ഉണ്ട്. ഇപ്പോൾ ലിറിസിസ്റ്റ് എന്നറിയപ്പെടാം,
റൈറ്റർ എന്നറിയപ്പെടാൻ ഇപ്പോൾ ഒരു സിനിമ പകുതി എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ഇടപെടുന്നു, പക്ഷെ യഥാർത്ഥത്തിലുള്ള ടാലന്റ്, ഈ ടാലന്റ് പോലുള്ള സംരംഭങ്ങളെ വിജയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ടാലന്റ് ഉണ്ട്. അപ്പം ഇതിലൊക്കെ ഉള്ളപ്പോഴും ഒരു പൊളിറ്റീഷ്യനാണ് എന്നുള്ളത് ഉള്ളിൽ ആ ബോധത്തിലുണ്ട്. എന്ത് വിളിക്കുമ്പോഴായിരിക്കും കൂടുതൽ സന്തോഷം കിട്ടുക? എനിക്കങ്ങനെ ചീത്ത വിളിക്കാതിരുന്നാ മതി. അങ്ങനെ എന്ത് വിളിക്കുമ്പോഴെന്നുള്ളതല്ല, കുറെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല എന്ത് ചെയ്യുന്നത്. അപ്പം അതിൽ ഇല്ലാതെ ഇല്ല. നേരത്തെ രജനീഷ് പറഞ്ഞതുപോലെ എനിക്ക് എന്താണ് സാമ്പത്തികം, ഞാൻ കള്ളിക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് അനുജത്തിയെ കല്യാണം കഴിപ്പിച്ച് അയച്ചതിന് ശേഷം അപ്പോൾ ഒരു വീട് ഞാൻ തന്നെ വെച്ച ഒരു വീടുണ്ടായിരുന്നു. അപ്പം അതിൽ ഏകദേശം ആ സമയത്തൊരു 1,00,000 രൂപ ലോൺ എടുത്തിട്ടാണ് ആ വീട് വെച്ചത് KSFയിൽ നിന്ന്. അപ്പോൾ ഈ 1,00,000 രൂപ ലോൺ എടുത്ത് വീട് വെച്ചു. പിന്നീട് വന്നപ്പോൾ ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല. അത് അവസാനം പെൻഡിങ് ആയി, ആകെ ഇതായി. അവസാനം അനുജത്തെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്ന സമയത്ത് ഞാൻ പല ആൾക്കാരുടെ അടുത്ത് പോയി, നിങ്ങൾ ഈ വീട് എടുത്തിട്ട് 50,000 രൂപ എനിക്ക് തന്നാൽ മതി, 50,000 രൂപ. പക്ഷെ ആരും തരാൻ വേണ്ടിയിട്ട് അന്ന് ചില ആൾക്കാർ ഉള്ളവർ തന്നില്ല. അവസാനം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ജയകുമാർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ ഒരു റിലേറ്റീവാണ്, പുള്ളി വേറൊരു ആളിനെ കൊണ്ടുവന്നു. അദ്ദേഹം ആ വീട് എടുത്തു. 50,000 രൂപ, കറക്റ്റ് 50,000 രൂപ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അത് കൊണ്ട് അനുജത്തിയുടെ കല്യാണമൊക്കെ അപ്പോഴും കഴിഞ്ഞു. അതിനുശേഷം ഞാൻ കള്ളിക്കാട് ജംഗ്ഷനിൽ ഒരു റെൻറ്റിനൊരു റൂം അവിടെ താമസിച്ചുകൊണ്ടാണ് കുറേ കാലം പാർട്ടി പ്രവർത്തനം ചെയ്യുന്നത്. അപ്പോൾ അന്ന് രാവിലെ എണീക്കും, നമ്മുടെ മങ്കാരമുട്ടം മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ക്ഷേത്രം, എല്ലാ ദിവസവും രാവിലെ പോയി അവിടെ പോയി തൊഴുതിട്ട് പിന്നെ അങ്ങ് ഇറങ്ങി എല്ലാവരെയും പോലെ തന്നെ യൂണിറ്റുകളിലൊക്കെ പോയി പാർട്ടി പ്രവർത്തനമൊക്കെ ആയിരുന്നു. അതിനുശേഷം ആ സമയത്ത് തന്നെ പിന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുണ്ടല്ലോ, പുരുഷ സ്വയം സഹായ സംഘം എന്ന് പറയുന്നത്. അപ്പം ഞാൻ തന്നെ അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി, 20 പേര് ചേർന്ന്. നമുക്ക് നമ്മുടെ പരിസരത്തുള്ള 20 പേര് ചേർന്നിട്ട് അതുണ്ടാക്കി. നമ്മൾ പരസ്പരം ലോണ്, വേറെ പുറത്തൊന്നും ഹെൽപ്പൊന്നുമില്ല, നമ്മൾ വീക്കിലി ഇടുന്ന കാശ് പരസ്പരം ലോണ് കൊടുത്തൊക്കെ ചെയ്തു. അവസാനം അത് ഒരു ബാങ്കുമായിട്ട് ഇത് ചെയ്ത് ഒരു ഹോളോ ബ്രിക്സ് കമ്പനി തുടങ്ങി. കള്ളിക്കാട് ജംഗ്ഷനിൽ ഒരു ഹോളോ ബ്രിക്സ് കമ്പനി തുടങ്ങി. അപ്പോൾ എന്നോട് ബാങ്ക് മാനേജർ, ആ സമയത്താണ് എനിക്ക് LLBക്ക് ഒക്കെ അഡ്മിഷൻ കിട്ടുന്നത്, ബാങ്ക് മാനേജർ പറഞ്ഞു, നിങ്ങൾ ഇതിലിങ്ങനെ നിന്ന് നിങ്ങളുടെ ഭാവി തുളയ്ക്കരുത്. എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സിലിപ്പോഴും കിടക്കുകയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ഭാവി തുലയ്ക്കരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് എനിക്ക് പിന്നെ അവിടെ കിട്ടി. പക്ഷെ എനിക്ക് താമസം മാറുന്നത് ഒട്ടും താല്പര്യമില്ല മാറാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കറിയാം ഞാൻ അവിടെ നിന്നാൽ എനിക്ക് ഈ പറയുന്ന എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അന്ന് എനിക്ക് ഹീറോ ഹോണ്ട ഒരു സ്പ്ലെൻഡർ ബൈക്കുണ്ട്. അപ്പോൾ ആ ബൈക്കിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് ഇങ്ങനെ ഓടിച്ച് വരുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് താമസം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. എൻ്റെ കണ്ണിലൂടെ ഇങ്ങനെ കണ്ണുനീരിങ്ങനെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ നിന്ന് എനിക്ക് മാറുന്ന ഇഷ്ടമല്ല. വന്നു, പിന്നെ പഠനവും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ആയി. പക്ഷെ പിന്നീട് അവിടെ ഈ ഹോളോബ്രിക്സ് കമ്പനിയെ ഞാൻ മാറി അവിടെ ബാക്കിയുള്ള ആൾക്കാരെ ഏൽപ്പിച്ചു. ഈ ഹോളോബ്രിക്സ് കമ്പനി അങ്ങനെ നടന്നു വന്ന സമയത്ത് അവിടെ ഈ കമ്പനിയെ പൂട്ടിച്ചു. ഞാനിങ്ങ് വന്ന സമയത്ത് മാറിയല്ലോ അതിൽ നിന്ന്. പിന്നെ അവിടെയുള്ള പൊല്യൂഷൻ പ്രോബ്ലം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു. അതാണ് പറയുന്നത്, നമ്മുടെ മൈൻഡ് സെറ്റ്. ആ ഹോളോബ്രിക്സ് കമ്പനി അവിടെ ഉണ്ടെങ്കിൽ എത്ര പേർക്ക് ജോലി കിട്ടുമായിരുന്നു, അവിടെ എത്ര പേർക്ക് അതിൽ നിന്ന് വരുന്ന റവന്യൂ അവിടെയാണ്, ആ ഏരിയയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. എപ്പോഴും ഒരു പ്രോജക്റ്റ് വരുമ്പം ആ പ്രോജക്റ്റ് നടത്തുന്ന ആൾ മാത്രമല്ല രക്ഷപ്പെടുന്നത്, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല, ആ ലൊക്കാലിറ്റി മുഴുവൻ എന്ത് ചെയ്യാണ്, വികസിക്കുകയാണ്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്, ഒരു സൗഹൃദമായിട്ടുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മുടെ യുവാക്കളൊന്നും പുറത്തു പോവേണ്ടി വരില്ല, ഡെവലപ്മെന്റ് ഉണ്ടാകും, നല്ല രീതിയിലേക്ക് നമ്മുടെ നാടിനെ എന്ത് ചെയ്യാം, ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു വിഷൻ വെച്ചിട്ടുള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആ ഏരിയയിൽ നടക്കട്ടെ, രാഷ്ട്രീയത്തിന്റെ ഏരിയയിൽ നടക്കട്ടെ. എന്തായാലും ഇൻസ്പയറിംഗ് ആണ് സ്റ്റോറീസ്. ഉയർന്നു വരുന്നവർക്കൊക്കെ ഈ കഥ കേട്ട് കഴിഞ്ഞാൽ എന്തായാലും അന്നെങ്കിലും ഉറങ്ങാതെ പണിയെടുക്കാനുള്ള ഒരു ഊർജം കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തും അതാണ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും ബ്രാഞ്ചിൽ ഏതെങ്കിലും ഒരു ബാച്ചിൽ ഇഷ്യൂ വരികയാണെങ്കിൽ, സാധാരണ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലേ, ഇവർ ജോലിയൊക്കെ കളഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വന്ന് പഠിക്കുന്നത്.
അപ്പോൾ അത് പ്രശ്നം വരികയാണെങ്കിൽ ഞാൻ പോയി ഒരു ക്ലാസ് എടുക്കും. ഞാനൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത് അപ്പോൾ ഇവർ പറയും, സാറ് ക്ലാസ് എടുത്താൽ എന്താണ് അതിൻ്റെ ഒരു മോട്ടിവേഷൻ ഒരാഴ്ച നിൽക്കും. ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും പഴയപടിയാവുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുള്ളത്, നമുക്ക് മൊബൈലുണ്ടല്ലോ, നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യും, ബാറ്ററി ഡ്രെയിൻ ചെയ്ത് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റീചാർജ് ചെയ്യും അല്ലേ? മൊബൈല് അതിൻ്റെ ചാർജ് തീർന്നാൽ നമ്മൾ റീചാർജ് ചെയ്യും. അതുപോലെയാണ് മനുഷ്യനും, അതുപോലെയാണ്. നമുക്ക് ആ ഒരു മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം, റീചാർജ് ചെയ്യണം. റീചാർജ് ചെയ്യാൻ എപ്പോഴും നമുക്ക് എക്സ്റ്റേണൽ മോട്ടിവേഷൻ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പം നമ്മൾ ഇന്റേണലി നമ്മൾ എന്ത് ചെയ്യണം, വി ഷുഡ് ബി മോട്ടിവേറ്റഡ് അവർ സെൽസ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നല്ല നല്ല ബുക്സ് വായിക്കണം, നല്ല നല്ല സ്റ്റോറീസ് നമ്മൾ കേൾക്കണം. ബുക്സ് വായിച്ച് സ്വയം എന്ത് ചെയ്യുക, അങ്ങനെ മോട്ടിവേഷൻ നേടിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. അപ്പം ഇപ്പോഴും ഗിരീഷ് വന്നിട്ട് സംസാരിക്കണമെന്നില്ല. അപ്പൊ നമുക്കും ഒരു മോട്ടിവേഷൻ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുക. അതെ. അപ്പോൾ ശരിക്കും നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ. അപ്പോൾ ആ കോമ്പറ്റീഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവട്ടെ. താങ്ക് യു.